ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ചൈനീസ് പോപ്പ് റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര ഈസിയാണ്. ബ്രെഡും ചിക്കനും മാത്രമേ ഇതിൽ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനിതാ പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലൊരു 1/2 ടീസ്പൂൺ ക്യൂമിൻ, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഒരു 1/4 കപ്പ് ഉള്ളി ചോപ്പ് ചെയ്തത് ഇടുക. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാബേജ്, അതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കന് ഉപ്പും പെപ്പറും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് മാറ്റി വെച്ചതാണ്. കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, അതില്ലെങ്കിൽ ടൊമാറ്റോ ചില്ലി അങ്ങനെ ഏതെങ്കിലും സോസ് ഇട്ടാലും മതി. അതും കൂടി ഇട്ടിട്ട് ഇതാ വീണ്ടും മിക്സ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോ വേവിച്ചിട്ട് മാഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലിയിലും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് എല്ലാം വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അതും ഇട്ടിട്ട് വീണ്ടും എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് ഞാൻ ബ്രെഡ് എടുത്തിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും എല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. ഇനിയിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാ ഉരുട്ടി ഇതേപോലെ ഒരു ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ ഒന്ന് റോളാക്കി എടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. എല്ലാം ഞാനിത് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡിലേക്ക് നമ്മളൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ചീസ് ഫുള്ളായിട്ട് വെക്കാൻ, ഞാൻ അധികം ചീസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ആ ചീസിൻ്റെ മേലെ ഇങ്ങനെ ഒരു റോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പരത്തി കൊടുക്കാം ചെറുതായിട്ടുണ്ട്. 2 സൈഡൊന്നും ആദ്യം ഒന്ന് ചീസ് കൊണ്ടൊന്ന് കവർ ചെയ്യാം. 2 സൈഡും ചീസൊന്ന് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അവിടെ പറ്റിച്ച് കൊടുക്കാം. പിന്നെ 2 സൈഡൊന്ന് ബ്രെഡും, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ചീസി പോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്റ്റിക്ക് കൊണ്ട് മെല്ലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിക്കൊന്നും നിർബന്ധമില്ല, പക്ഷേ സ്റ്റിക്ക് ഉണ്ടാകുമ്പോൾ കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ എല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ച് മൈദ കലക്കിയിട്ട് അതും പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് പൊടിച്ചതും അതിലുമാണ് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇതാ മൈദയിൽ ആദ്യം ഒന്ന് മുക്കി, പിന്നെ കോൺഫ്ലെക്സ് ഒന്ന് കൈ കൊണ്ടിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് മുക്കിയിട്ടെടുക്കുക. ഇതെല്ലാം സാധാരണ എല്ലാ സ്നാക്സും ചെയ്യുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിലും മുക്കാം, മൈദയിലും ബ്രെഡ് ക്രംസിലും. എന്നിട്ട് ലാസ്റ്റ് ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇട്ടിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചീസ് പോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റിക്കില്ലാണ്ടും കോൺഫ്ലെക്സ് ഇല്ലാണ്ടും എല്ലാം ചെയ്തെടുക്കാം. ഈ ഫില്ലിംഗ് കൊണ്ട് തന്നെ ചീസെല്ലാം വെച്ചിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഈസിയാണ്, സൂപ്പർ ടേസ്റ്റാണ്, കാണാനൊരു വെറൈറ്റി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.